മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഓർമ്മ പുസ്തകത്തിന്റെ ഒരു പ്രതി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിന് പുറത്ത് പ്രദർശിപ്പിച്ചത് രാജ്യത്തിന്റെ സുരക്ഷാ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വിട്ടുവീഴ്ച ചെയ്തുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നതായി. നരവനെയുടെ പുസ്തകം ഇന്ത്യൻ വിപണിയിൽ ഇനിയും ലഭ്യമായിട്ടില്ല. പ്രസ്തുത പുസ്തകം രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പ്രസിദ്ധീകരിക്കുന്നതിന് പ്രതിരോധ, വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ അനുമതി തേടേണ്ടതുണ്ട്. എന്നാൽ മുൻ കരസേനാ മേധാവിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഇനിയും അനുമതി ലഭിച്ചിട്ടില്ല. പ്രമുഖ ഇംഗ്ലീഷ് മാസികയായ കാരവൻ അതിന്റെ ഫെബ്രുവരി ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ഉദ്ധരണികൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഉദ്ധരിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം സ്പീക്കറും ഭരണകക്ഷി നേതാക്കളായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തര മന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവും എന്നിവരും റൂൾ 349(1) ഉദ്ധരിച്ച് ഫെബ്രുവരി 2 തടഞ്ഞിരുന്നു. ഭരണമുന്നണി അംഗങ്ങൾ ശബ്ദകോലാഹലത്തോടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ഉണ്ടായി. പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിന്റെ സുരക്ഷാ വിഷയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ച വിഷയത്തിലും സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച 8 ലോക്സഭാംഗങ്ങളെ സഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കുകയും ഉണ്ടായി. രാജ്യത്തിന്റെ അതിർത്തി നിയന്ത്രണ രേഖ ഭേദിച്ച് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടാങ്കുകളുടെ അകമ്പടിയോടെ മാർച്ച് ചെയ്യുന്ന വിവരം രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചിട്ടും സമയോചിതവും രാഷ്ട്രീയ ഉത്തരവാദിത്തത്തോടെയും പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും വൈകി പ്രതികരിച്ചപ്പോൾ തന്നെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സൈനിക നേതൃത്വത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തതായാണ് കാരവൻ ലേഖനത്തിലെ ഉദ്ധരണികൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കര, വ്യോമ, നാവിക സേനാ വിഭാഗങ്ങളിൽ അഗ്നിപഥ്, അഗ്നിവീർ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും സേനാ നേതൃത്വങ്ങളുമായി വേണ്ടത്ര കൂടിയാലോചനകളോ തയ്യാറെടുപ്പുകളോ കൂടാതെ അമ്പരപ്പിക്കുന്ന തിടുക്കമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിച്ചതെന്ന പരാമർശവും നരവനെയുടെ ഓർമ്മ പുസ്തകത്തിൽ ഉള്ളതായി കാരവൻ ഉദ്ധരണികളിൽ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകത്തിലെ ഉദ്ധരണികളുടെ പേരിലാണ് പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്നതെങ്കിൽ രാജ്യത്തിന് പുറത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നത് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. 2020 ലഡാക്കിൽ PLA നടത്തിയ ഇടപെടലുകളിൽ ഉചിതമായി പ്രതികരിക്കുന്നത് സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളാൻ പ്രധാനമന്ത്രിയടക്കം രാഷ്ട്രീയ നേതൃത്വം വിസമ്മതിക്കുകയും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കരസേനാ മേധാവിയുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുകയും ചെയ്തുവെന്ന ആരോപണമാണ് നരേന്ദ്രമോദിക്കും സർക്കാരിനുമെതിരെ ഉയർന്നിരിക്കുന്നത്. വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനും വിസമ്മതിക്കുക വഴി മോദി സർക്കാർ രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനുള്ള ലോക്സഭയുടെയും ജനങ്ങളുടെയും തന്നെയും അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. മോദിയോടും സർക്കാരിനോടും വിയോജിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നവരെല്ലാം രാഷ്ട്രവിരുദ്ധരും രാജ്യദ്രോഹികളുമായി മുദ്രകുത്തുന്ന ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ മുൻ കരസേനാ മേധാവി തന്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്ന വസ്തുതകൾ തെറ്റാണെങ്കിൽ അത് തുറന്നു കാട്ടാൻ തയ്യാറാവണം. അതിനു പകരം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിസമ്മതിക്കുക വഴി യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് തികഞ്ഞ ഭീരുത്വമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലും സംവിധാനത്തിലും രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവുമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കം വിസമ്മതിച്ചുവെന്നും ആ ചുമതല ഉചിതമായി നിറവേറ്റാൻ കരസേനാ മേധാവിയോട് ആവശ്യപ്പെടുക വഴി രാജ്യത്തിന്റെ കാവലാളുകളായി പ്രവർത്തിക്കേണ്ട സൈന്യത്തെ ഒറ്റപ്പെടുത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്തതെന്നുമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതിലും യാഥാർത്ഥ്യമറിയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും അവകാശമുണ്ട്. അത് നിഷേധിക്കുന്നത് സ്വേച്ഛാധിപത്യമാണ്. ഭീരുത്വത്തിൽ നിന്നും അരക്ഷിത ബോധത്തിൽ നിന്നുമാണ് സ്വേച്ഛാധിപത്യം ഉടലെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്ന സമീപനമാണ് മോദി സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്.